ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ജീവികളിൽ ഒന്നാണ് ചിത്രശലഭങ്ങൾ. ശലഭത്തിന്റെ ചിറകുകളാണ് ഏറ്റവും ഭംഗി, അല്ലേ? എന്തെല്ലാം നിറങ്ങളും പാറ്റേണുമാണ് അതിലുള്ളത്. ആർത്രോപോഡ എന്ന വർഗത്തിൽപ്പെടുന്നതാണ് ശലഭങ്ങൾ. ചിത്രശലഭത്തിൽ ഏറ്റവും ആകർഷകമായത് അവരുടെ ചിറകുകൾ തന്നെയാണ്. ശലഭങ്ങൾക്ക് ചിറകുകൾ നമ്മൾ കരുതും പോലെ രണ്ടല്ല, 4 ചിറകുകളാണുള്ളത്. ചിറകിന്റെ മുകൾ ഭാഗത്താണ് നിറങ്ങളും സുന്ദരമായ പാറ്റേണും കാണപ്പെടുക. ഇണകളെ ആകർഷിക്കുക, ചുറ്റുപാടുകളുമായി സമരസപ്പെട്ടുകൊണ്ട് ശത്രുവിന്റെ കണ്ണിൽ പെടാതിരിക്കുക എന്നിവയെല്ലാമാണ് ശലഭത്തിന്റെ ചിറകിൽ നിറങ്ങൾ ഉണ്ടാവാൻ കാരണം. ചിറകിന്റെ അടിഭാഗത്ത് മങ്ങിയ നിറങ്ങളായിരിക്കും കാണപ്പെടുക. കൈറ്റിൻ എന്ന വസ്തു കൊണ്ടാണ് ശലഭത്തിന്റെ ചിറകുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ശലഭത്തിന്റെ ചിറക് നിറമില്ലാതെ സുതാര്യമായ വസ്തുവാണ്. ചിറകിന്റെ ഇരുവശങ്ങളിലും അടിഭാഗത്തും മുകൾ ഭാഗത്തും വളരെ ചെറിയ സൂക്ഷ്മമായ ശൽക്കങ്ങൾ അല്ലെങ്കിൽ ചെതുമ്പൽ പോലെയുള്ള വസ്തു കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ശൽക്കങ്ങളാണ് അവയ്ക്ക് സുന്ദരമായ നിറങ്ങളും പാറ്റേണും കൊടുക്കുന്നത്. ശലഭത്തിന്റെ ചിറകുകളിൽ 2 തരത്തിലാണ് നിറങ്ങൾ കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തതാണ് പിഗ്മെന്റഡ് നിറങ്ങൾ. പ്രകാശം ആഗിരണം ചെയ്തും പ്രതിഫലിപ്പിച്ചും നിറങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുവാണ് പിഗ്മെന്റുകൾ അല്ലെങ്കിൽ വർണ്ണകങ്ങൾ. പ്രകാശം ആഗിരണം ചെയ്യുന്ന പിഗ്മെന്റുകൾ ഏത് നിറമാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ നിറമായിരിക്കും നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുക. ഉദാഹരണത്തിന് ക്ലൗഡഡ് സൾഫർ എന്ന ആൺ ശലഭങ്ങളിൽ കാണുന്ന മഞ്ഞ നിറം ഉണ്ടാക്കുന്നത് സാന്തോഫിൽ എന്ന പിഗ്മെന്റ് ആണ്. അതേപോലെ മൊണാർക്ക് ശലഭങ്ങളിൽ കാണപ്പെടുന്ന ഓറഞ്ച് നിറം ഉണ്ടാക്കുന്നതാകട്ടെ ഓമോക്രോം എന്ന പിഗ്മെന്റ്. പക്ഷേ ഇവിടെയൊന്നും പിഗ്മെന്റുകൾ ശലഭത്തിന്റെ ചിറകിൽ ചായം പുരട്ടിയതുപോലെയല്ല കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ശൽക്കങ്ങളിലാണ് ഈ പിഗ്മെന്റുകളെല്ലാം ഉള്ളത്. ശലഭത്തിന്റെ ചിറകിന് നിറം കിട്ടുന്ന രണ്ടാമത്തെ രീതിയാണ് സ്ട്രക്ചറൽ കളറുകൾ. ചിറകിന്റെ മുകൾ ഭാഗം മുഴുവൻ ശൽക്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ടൈൽ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നിരയൊപ്പിച്ചാണ് ഇവ കാണപ്പെടുന്നത്. ഓരോ ശൽക്കത്തിലും ധാരാളം വരമ്പുകളും അരിമ്പുകളും മടക്കുകളും. ഇവയിൽ വെളിച്ചം വീഴുമ്പോൾ പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുകയും അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ സംഭവിക്കുകയും നിറം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒരു പ്രിസം സൂര്യപ്രകാശം നേരെ പിടിക്കുമ്പോൾ എങ്ങനെയാണോ നിറങ്ങൾ കാണപ്പെടുന്നത് അതേപോലെ.